നമസ്തേ, ഞാൻ ഡോക്ടർ അനുശ്രീ ഫ്രം ലീലാജിനി ആയുർ കെയർ. നമ്മളൊരു ഫംഗ്ഷന് അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ കുറയ്ക്കുന്ന ഒരു സംഗതിയാണ് ഈ താരൻ അതല്ലെങ്കിൽ ഡാൻഡ്രഫ്. ഇന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ താരൻ, അതിൻ്റെ ആയുർവേദ പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട്. താരനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തലയിൽ പൊടിയായിട്ട് നമ്മുടെ സ്കിൻ ഇങ്ങനെ ഇളകി വീഴുന്ന ഒന്നാണ് താരൻ. അതോടൊപ്പം തന്നെ നല്ല ചൊറിച്ചിലും ഒക്കെ കാണും. ഇത് യഥാസമയം നമ്മൾ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സിമ അതല്ലെങ്കിൽ സോറിയാസിസിലോട്ടൊക്കെ തന്നെ പോകാൻ ചാൻസ് ഉള്ളതാണ്. ഇനി എന്താണ് ഈ ഡാൻഡ്രഫിന്റെ കാരണങ്ങൾ എന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട രീതിയിലുള്ള ഹെയർ ഹൈജീൻ നമ്മൾ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഡാൻഡ്രഫ് വരാനുള്ള കാരണം. ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ ഒരു ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അവരുടെ ടവലോ മറ്റും നമ്മൾ ഷെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഡാൻഡ്രഫ് നമ്മളിലേക്കും എത്തിച്ചേരാം. മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മൾ ഈ കുളി കഴിഞ്ഞിട്ട് നന്നായിട്ട് തല തുവർത്തി ഉണക്കാതെ മുടിയൊക്കെ ഇറുക്കി കെട്ടി വെക്കുന്നതും ഈ ഡാൻഡ്രഫിന് കാരണമാകുന്നുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ മറ്റൊരാളുടെ കോമ്പ് യൂസ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ അധികമായിട്ട് നമ്മൾ കെമിക്കൽ പ്രോഡക്ട്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുവാണ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഈ താരൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ആഴ്ചയിൽ ഒരു 1-2 തവണയെങ്കിലും മിനിമം നമ്മൾ ഒരു ഷാംപൂ വാഷ് ചെയ്യേണ്ടതാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഡാൻഡ്രഫ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ചില ഫംഗൽ ഇൻഫെക്ഷൻസ് കൊണ്ട്, അധികമായിട്ടുള്ള സ്ട്രെസ്, ടെൻഷൻ, ആൻസൈറ്റി തുടങ്ങിയവ കൊണ്ടും ഡാൻഡ്രഫ് ഉണ്ടാകുന്നുണ്ട്. ആയുർവേദത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡാൻഡ്രഫ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങളിൽ പ്രത്യേകിച്ച് വാദം അല്ലെങ്കിൽ പിത്തം ഇത് കൂടുന്നത് കൊണ്ടും നമുക്ക് ഈ ഡാൻഡ്രഫ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഇതിൻ്റെ പ്രതിവിധികൾ എന്താണെന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. പുറമേ കാണുന്ന ഒന്നല്ല ഡാൻഡ്രഫ്, നമ്മൾക്ക് അകമേ കൂടെ ചികിത്സ വേണ്ടുന്നതാണ് ഡാൻഡ്രഫിന്. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആക്കുക, നല്ല രീതിയിലുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ധാരാളം വെള്ളം കുടിക്കാനും ശ്രമിക്കണം. ഒരു ലേഡിയെ സംബന്ധിച്ച് ഒരു 2.8 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും കുടിക്കുക. പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു 3.2 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കാനായിട്ട് ശ്രമിക്കുക. മുടിയിൽ ഒരുപാട് കെമിക്കൽസ് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കണക്ക് ആയുർവേദ തൈലങ്ങൾ തന്നെ നിങ്ങൾ പുരട്ടുവാണെങ്കിൽ അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഓയിലുകൾ അവൈലബിൾ ആണ്, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഡാൻഡ്രഫ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പൊടിക്കൈകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം. അല്പം വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കിയിട്ട് നാരങ്ങ നീര് ചേർത്ത് തലയിൽ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. മറ്റൊന്നെന്ന് പറയുമ്പോൾ നമ്മുടെ തുളസി ചൂർണം അല്ലെങ്കിൽ വേപ്പിൻ്റെ ചൂർണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു തൈരും ചേർത്ത് ഹെയർ പാക്ക് ആയിട്ട് ഇടുന്നത് നല്ലതാണ്. മറ്റൊരു കൂട്ടാണ് നമ്മുടെ ത്രിബല ചൂർണം. ആവശ്യത്തിന് ത്രിബല ചൂർണം എടുത്തിട്ട് വെള്ളത്തിൽ കുഴച്ച് തലയിൽ ഇട്ട് കൊടുക്കുന്നതും ഡാൻഡ്രഫ് മാറുന്നതിന് നല്ലതാണ്. തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ച ഉലുവ എടുത്ത് അതിനകത്ത് ചെമ്പരത്തി പൊടി അല്ലെന്നുണ്ടെങ്കിൽ ചെമ്പരത്തി പൂവ് ചേർത്ത് അല്പം നാരങ്ങാ നീരും കൂടെ ചേർത്ത് പേസ്റ്റ് ആക്കി തലയിൽ അപ്ലൈ ചെയ്യുന്നതും ഡാൻഡ്രഫ് മാറുന്നതിന് നല്ലതാണ്. കറ്റാർ വാഴയും ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും ഒക്കെ ചേർന്ന് തുല്യമായ അളവിലെടുത്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ തേച്ച് ആഴ്ചയിൽ 1-2 തവണ കുളിക്കുന്നതും ഈ ഡാൻഡ്രഫ് മാറ്റുന്നതിന് നല്ലതാണ്. ഡാൻഡ്രഫിന് അല്ലെങ്കിൽ താരന് വേണ്ടിയിട്ട് പലതും ചെയ്ത് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഈ വീഡിയോടൊപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്തേ.